ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1864 ദിവസമായ ഇന്ന് 2026 ജൂൺ മാസം 22 തിങ്കളാഴ്ച, 1201 ആണ്ട് മിഥുനമാസം 8 ഗുരുവചനങ്ങളിലൂടെ. സർവധർമ്മങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ ധർമ്മം അഹിംസയാണ്. അഹിംസാധർമ്മം കൊണ്ട് ബുദ്ധൻ തുടങ്ങിയ മഹാത്മാക്കൾ മോക്ഷം പ്രാപിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവിൽ എന്ന പുസ്തകത്തിൽ ലക്ഷ്യവും മാർഗവും എന്ന ദ്വൈതം എന്ന് വിവരിക്കുന്നതിൻ്റെ 30-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. സത്യത്തിൻ്റെ ഈ രണ്ട് ധ്രുവങ്ങളും ഒരേ വ്യക്തിയിൽ വന്ന് ഒന്നായിത്തീരുന്നതാണ് ഈശാവാസ്യോപനിഷത്തിൽ പറയുന്ന സത്യധർമ്മൻ. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് സത്യവും ധർമ്മവും അദ്വയമായ മാനുഷിക മൂല്യമായി ആവിഷ്കൃതമായി തീരുന്നത്. സത്യത്തിൻ്റെ പ്രാവർത്തികവും ചിന്തനീയവുമായ ഭാവങ്ങളിലേക്ക് ശ്രദ്ധ തിരിയുന്നതനുസരിച്ച് ഈ ധ്രുവങ്ങളെ നമുക്ക് കൂടുതൽ വിവേചിച്ചറിയാനും കഴിയും. ഗീതാകാരൻ്റെ വാക്കുകളിൽ ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും സംബന്ധിക്കുന്ന ജ്ഞാനം തന്നെയാണ് യഥാർത്ഥ ജ്ഞാനം എന്നാണ് എൻ്റെ മതം. സത്യത്തിൻ്റെ പ്രത്യക്ഷാവഗമവും മനോവാചാമഗോചരവുമായ വശങ്ങളെ വിവേചിച്ചറിയുന്നതിൻ്റെ ആവശ്യകതയാണ് ഇവിടെ ഊന്നിപ്പറയുന്നതെന്നതിൽ സംശയമില്ല. ഈ രണ്ടംശങ്ങളും സമന്വിതമായിരിക്കുന്ന അദ്വൈത അനുഭൂതിയാണ് ഗുരുവരുളിലെ ജ്ഞാനരഹസ്യം എന്ന് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.